വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഒരു വീട്ടിൽ 21 മൃതദേഹങ്ങൾ കൂട്ടിവച്ചിരിക്കുന്നു എന്ന് ഈ രക്ഷാപ്രവർത്തകരോട് അവിടെയുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ NDRF സംഘാംഗം അജേഷ് ചേരുകയാണ്. അജേഷ്, ഈ സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ടോ? എങ്ങനെയാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഞങ്ങൾ മുണ്ടക്കൈ എന്ന സ്ഥലത്താണ് 10-18 ഡെഡ് ബോഡി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ അപ്രോച്ച് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല, റോഡൊന്നുമില്ല. റോപ്പ് വഴി ഇപ്പൊ ഞങ്ങൾ ചൂരൽമലയിൽ വെച്ചിട്ട് റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഇവിടെ കറണ്ടും വെളിച്ചവും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പോകുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഞങ്ങൾ രാത്രിയോടെ അവിടെ എത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. വെളിച്ചമെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണോ ഇന്ന് തന്നെ മുണ്ടക്കൈയിലേക്ക്? ആദ്യഘട്ടത്തിൽ സൈന്യത്തിന്റെ ഒരു ഭാഗത്ത്, മുണ്ടക്കൈയുടെ ഒരു ഭാഗത്ത് സൈന്യത്തിന് എത്താനായിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് എത്താൻ ഇനിയും ഈ റോപ്പ് വഴി തന്നെ പോകേണ്ട ഒരു സാഹചര്യമാണോ? റോപ്പ് വഴി റോഡെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. പകുതി വഴിക്ക് മാത്രം 1 കിലോമീറ്റർ വണ്ടി പോകും. അത് കഴിഞ്ഞ് 2-2.5 കിലോമീറ്റർ നടന്ന് തന്നെ പോകണം. നടന്നൊരു വഴി വെച്ച വല്ല പാറക്കൂട്ടങ്ങളും എല്ലാം ഉള്ള വഴിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ് പോകുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഇനിയും മരണസംഖ്യ ഉയരും എന്ന് തന്നെ പ്രതീക്ഷിക്കണം അല്ലേ, അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? മരണസംഖ്യ ഇനിയും കൂടാനാണ് ചാൻസ്. ഇപ്പൊ എത്രയാണ് നമ്മുടെ മരിക്കാതെ ജീവനോടുള്ള ആൾക്കാരെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മണ്ണിനടിയിൽ എത്ര പേരുണ്ടെന്ന് തന്നെ കണക്കാക്കപ്പെട്ട കുറെ പേര് ഒലിച്ചുപോയി. വീടിന്റെ ഒരു അംശം പോലും ഇവിടെ കാണാനില്ല. ഈ ഇപ്പോഴും പരിക്ക് പറ്റിയ ആളുകൾ ഒരു ഭാഗത്തൊക്കെ പല പ്രദേശങ്ങളിലാകെയൊക്കെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ ആളുകളിലേക്ക്, ഇപ്പോൾ ജീവനോടെ തന്നെ ഉള്ള ആളുകളിലേക്ക് രക്ഷാപ്രവർത്തകർ എത്താനുള്ള ശ്രമം ഇപ്പോൾ ഈ ദിവസം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴും പ്രതിസന്ധി ഏത് തരത്തിലാണ്? ഇപ്പോൾ മഴ അല്പം മാറി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമായ പ്രതിസന്ധി വെളിച്ചം തന്നെയാണോ അല്ലേ? വെളിച്ചവും പിന്നെ മഴയും പെയ്തോണ്ട്, ഇനി മഴ പെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഒരു സേഫ്റ്റി ഇല്ല അവിടെ നിൽക്കുന്നതിന്. എവിടുന്ന വെള്ളം എങ്ങനെ വരുന്ന പറയാൻ പറ്റൂല. അതുകൊണ്ട് അവിടേക്ക് പോകുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റ് സൈന്യത്തിന്റെയോ മറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഇടപെടൽ ഈ മൃതദേഹമൊക്കെ കണ്ട സ്ഥലങ്ങളിലേക്ക് പോകാൻ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണോ കരുതുന്നത്? ഉണ്ടാവും, തീർച്ചയായിട്ടും. ഇവിടെ ഫയർഫോഴ്സ് ഉണ്ട്, NDRFന്റെ ഞങ്ങളെ 3 ടീമുകളുണ്ട്. 3 ടീം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർമിയുടെ ടീമുകളുണ്ട്. ഇവിടെ നാട്ടുകാരുടെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. താങ്കൾ ഇപ്പോൾ റോപ്പ് വഴി ചൂരൽമല ആ പ്രദേശത്തേക്ക് എത്തി മനസ്സിലാക്കുന്നു. അവിടെ തുടക്കം മുതൽ തന്നെ രക്ഷാപ്രവർത്തനം നടന്ന ഒരു സ്ഥലം കൂടിയാണ്. ചൂരൽമലയിലെ നിലവിലെ സാഹചര്യം എന്താണ്? ചൂരൽമലയിൽ എത്ര പേരാണ് നമ്മൾ കുടുങ്ങിയിരിക്കുന്നത്? അവരെല്ലാം ഞങ്ങൾ ഇവാക്യുവേഷൻ ചെയ്ത് ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ സുരക്ഷ ക്യാമ്പിലേക്കും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മണ്ണിനടിയിൽ വെച്ച് ഞങ്ങൾക്ക് ഇന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മണ്ണിനടിയിലുള്ള ഡെഡ് ബോഡി എടുക്കുന്നത് ഞങ്ങൾ കല്ലും മരം എല്ലാം മാറ്റി വെച്ച് നോക്കി മുറിച്ച് കട്ട് ചെയ്ത് അതിൽ കാണുന്ന ഡെഡ് ബോഡി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ മണ്ണിനടി എടുക്കണമെങ്കിൽ JCB വണ്ടി എന്തെങ്കിലും വെച്ച് മാന്തി വേണം ഞങ്ങൾക്ക് ഡെഡ് ബോഡി എടുക്കണമെങ്കിൽ. അതായത് ചൂരൽമലയിൽ ഇപ്പോഴും മണ്ണിനടിയിൽ ആളുകൾ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു അല്ലേ? ഇനി ആളുകളുണ്ട്. അവര് ഒരു കുടുംബത്തില് 5 പേര് പോയാൽ 2 പേര് മാത്രമാണ് രക്ഷപ്പെട്ടു വന്നത്. ബാക്കി 5 പേര് അവിടെ തന്നെയാണോ ഇനി ഒലിച്ചു പോയെന്നും പറയാൻ പറ്റൂല. കുറച്ച് ബോഡിയെല്ലാം കിട്ടിയിരിക്കുന്നത് മലപ്പുറം സൈഡിൽ നിന്നാണ്. നിലവിൽ നിങ്ങൾക്ക് ഈ ചൂരൽമലയിലുള്ള പ്രതിസന്ധി എന്താണ്? ഇനി ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ എത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം തുടങ്ങാനാകൂ എന്നൊരു സാഹചര്യം ആണോ അവിടെ? വാഹനങ്ങൾ എത്രയാണല്ലോ, എല്ലാ വാഹനവും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ വാഹനം വന്നു JCB ക്രെയിനി എല്ലാം വന്ന് തോണ്ടി നോക്കി മാത്രമേ ഇനി ഡെഡ് ബോഡി ഉള്ളിലുള്ള എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി ജീവനോടെയുള്ള ആൾക്കാരെ എല്ലാം ഞങ്ങൾ ചൂരൽമലയിൽ നിന്ന് ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത് ക്യാമ്പുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അതായത് ഇനി നാളെ ആയിരിക്കും കാര്യമായ ഒരു രക്ഷാപ്രവർത്തനം ചൂരൽമലയിൽ നടത്താൻ സാധിക്കുക അല്ലേ? കാര്യമായ നാളെയാണ് രക്ഷാപ്രവർത്തനം നടത്തുക. അതായത് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് തന്നെ പോകണം എന്ന് തന്നെ കരുതുന്നു അല്ലെ? ഏറ്റവും അവസാനം മുണ്ടക്കൈയിലാണ് എത്താനായത്. മുണ്ടക്കൈയിലേക്ക് പോകേണ്ടത്, ആ പാലം പോലും ഒലിച്ചുപോയത് വലിയ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി. ഇപ്പോൾ ഇനി എല്ലാ രക്ഷാപ്രവർത്തനവും മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് നടക്കുകയായിരിക്കും അല്ലേ? ഇനി ആൾക്കാർ മാറ്റാനും റിസീവ് ചെയ്യാനും മുണ്ടക്കൈയിൽ മാത്രമേ മുണ്ടക്കൈ അപ്രോച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങളൊരു ഇന്ന് രാത്രിയോടെ നാളെ പകലോടെ ഞങ്ങൾ മുണ്ടക്കൈ എത്തും.
വളരെയധികം നന്ദി ശ്രീ അജേഷ് പ്രതികരിച്ചതിന്. NDRF സംഘാംഗം അജേഷാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള സാഹചര്യം, രക്ഷാപ്രവർത്തനത്തിൻ്റെ സാഹചര്യം പങ്കുവച്ചത്. ചൂരൽമലയിലെ പ്രദേശത്ത്, ചൂരൽമല അങ്ങാടിയിൽ ഉണ്ടായിരുന്ന ജീവനോടെയുള്ള ആളുകളെയെല്ലാം തന്നെ നിലവിൽ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. പരിക്കേറ്റവരെല്ലാം തന്നെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കാനായിട്ടുണ്ട് എന്ന് തന്നെ അജേഷ് അവിടെ നിന്ന് പറയുന്നു. ഇനിയും ആളുകൾ ആ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ അവിടെയുള്ള ബന്ധുക്കളിൽ നിന്ന് അവർക്ക് വിവരം ലഭിച്ചത്. ആ തരത്തിൽ പരിശോധന ഇപ്പോഴും ചൂരൽമലയിൽ തുടരുന്നുണ്ട്. പക്ഷേ ഇരുട്ട് പരന്നിരിക്കുന്നു. കൂടുതൽ JCB അടക്കമുള്ള ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി അത് കൂടുതൽ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ആ ചെളിയിൽ നിന്ന് അത്തരത്തിൽ ഇനി ഉള്ള മൃതദേഹങ്ങൾ ഉള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് എടുക്കാനാകൂ. ആ ഒരു സാഹചര്യമാണ് നിലവിൽ ചൂരൽമലയിലുള്ളത്. പക്ഷേ ജീവനോടെ രക്ഷിക്കാനായ എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് എന്നതാണ് അവിടെയുള്ള കണക്ക്. പക്ഷേ അവിടെയും ആളുകൾ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കായി ഇപ്പോഴും ആ മണ്ണിൻ്റെ സമീപത്ത് കാത്തിരിക്കുന്നുണ്ട്.